Hi everyone, welcome to another episode of Food Myths Chronicles of Food. അപ്പോൾ അന്ന് ആ സമയത്ത് യാത്രകൾ ചെയ്യുന്ന ആളുകൾക്ക് താമസിക്കാനും ഭക്ഷണം കഴിക്കാനുമാണ് ഈ ഇൻസ് എന്ന് പറയുന്ന ഒരു സംഗതി പണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വഴിയമ്പലങ്ങൾ, പണ്ടത്തെ നമ്മുടെ വഴിയമ്പലങ്ങൾ പോലെ ഈ ഇൻസിൽ പോകുന്ന സമയത്ത് അവർക്ക് ഈ യാത്രക്കാർക്ക് മാത്രമല്ല, അവർ യാത്ര ചെയ്തിരുന്ന മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അന്ന് കുതിരയായിരുന്നു. അപ്പൊ ഈ കുതിരയെ വന്ന് കുതിരയെ കൊണ്ടുവരുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു ഭക്ഷണത്തിനാണ് ഓന്ത്രേ എന്ന് പറയുന്നത്. കുതിരക്ക് കൊടുക്കുന്നതാണോ? അല്ല, മനുഷ്യന് കൊടുക്കുന്നത്. ഇപ്പൊ കുതിരക്കുള്ള തീറ്റയൊക്കെ കൊടുക്കാൻ ആവുന്നതിന്, കുതിരയെ കഴിച്ച് കിട്ടുന്നതിന് മുന്നേ വിശന്ന് വലഞ്ഞിട്ടായിരിക്കുമല്ലോ അവർ വരുന്നത്. വന്ന ഉടനെ കൊടുക്കുന്ന ഒരു സംഗതിയാണ് ഓന്ത്രേ. ഓന്ത്രേസ് ആർ ജനറലി കോൾഡ്, ചൂടാക്കി ആയിരിക്കില്ല. കാരണം അവരുടെ ബോഡി ടെമ്പറേച്ചറുമായിട്ടും ഒന്ന് കോൾഡ് എന്ന് പറഞ്ഞാൽ നന്ന തണുത്തുറഞ്ഞ സാധനം നല്ല ഉദ്ദേശിച്ചത്, പക്ഷെ ചൂടാക്കാത്ത സംഗതിയായിരിക്കും കൂടുതൽ ഈ ഓന്ത്രയിൽ വരുന്നത്. പിന്നെയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ഹോട്ട് ഓർഡർ എന്ന് പറയുന്നത്. ഹോസ്റ്റ് ഓർ എന്നാണ് അത് എഴുതുന്നത്. ഹോസ്റ്റ് ഓർ അത് എഴുതുന്നത് അങ്ങനെയാണ്. അപ്പൊ അതില് ഈ തണുത്ത ഓന്ത്രയെ കഴിച്ചതിന് ശേഷമുള്ള ചൂടുള്ള സംഗതി, അത് ഈ കുതിരയെ കെട്ടിയതിന് ശേഷം, അതാണ് ഈ ഹോഴ്സ് എന്നുള്ളൊരു പേര് അതിന് ചേർന്ന് വരാനുള്ളത് കാരണം. പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ സൂപ്പ്, പിന്നെ മെയിൻ കോഴ്സ്, അങ്ങനെ പോകുന്നതാണ് നമ്മൾ ഈ 7 കോഴ്സസ് ആയിട്ട്. പിന്നെ കാലക്രമേണ അതൊരു 7 കോഴ്സ്, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോകും 7 കോഴ്സ് ഡിന്നർ കഴിക്കുന്നൊക്കെ പറയുന്ന നമ്മുടെ സിനിമ ഡയലോഗുകൾ വരുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ 7 കോഴ്സ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അതെ, ഫുഡ് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ഫുഡ് ഷോർട്ടേജ് ഉണ്ട്. പിന്നെ വേറെ ഒന്നും ഡെവലപ്പ് ആയിട്ടില്ലല്ലോ, അഗ്രികൾച്ചറോ അങ്ങനെ ഒന്നും ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. പിന്നെ കാശ് ഉത്തരം ഉണ്ടാവാൻ സാധ്യതയില്ല. അതെ. അപ്പോ 5 സ്റ്റാർ ഹോട്ടലുകളിലേക്ക് എത്തുമ്പോഴായിരിക്കും അതൊരു 7 കോഴ്സ് ആയി മാറി. 7 കോഴ്സ് ആയിട്ട് മാറി. പിന്നെയാണ് അതിന് ഈ 7 കോഴ്സ് എന്നുള്ള പേര്. പക്ഷെ അവർ പണ്ടത്തെ പേരുകൾ നിലനിർത്തി എന്നുള്ളതാണ്. അന്നത്തെ കാലത്തെ പേരുകൾ പിന്നീട് നിലനിർത്തി. അപ്പൊ അതുമായിട്ട് ഡയറക്ട്ലി ബന്ധം നമ്മുടെ സദ്യക്ക് എങ്ങനെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന് ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ 7 കോഴ്സിനൊക്കെ എൻഡ് ചെയ്യുന്നത് നമ്മൾ ചീസിലാണ്. ഇതുമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹെൽത്ത് ആസ്പെക്റ്റും കൂടി ഇതിലുണ്ട്. ഈ ബാക്ടീരിയൽ ഇൻഫ്ലുവൻസ് ഓൺ ഹ്യൂമൻ ബോഡി. അപ്പൊ നല്ല ബാക്ടീരിയ, ചീത്ത ബാക്ടീരിയ എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്തും നല്ല ബാക്ടീരിയ ഉണ്ട്, ചീത്ത ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയൽ ഇൻഫ്ലുവൻസ് നമ്മുടെ ഫുഡിന് എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ, നല്ല ബാക്ടീരിയ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ പ്രോബയോട്ടിക്സ് അങ്ങനെകളൊക്കെ ഒരുപാട് വാങ്ങി കഴിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കാലഘട്ടമാണ്. നമ്മുടെ നാട്ടിലും ഈ ചീസും നമ്മുടെ നാട്ടിലെ തൈരുമാണ് പ്രോബയോട്ടിക് ഫുഡിലെ നാച്ചുറലി അവൈലബിൾ ഫുഡ്സിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പൊ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവര് നിർത്തുന്നത് ഡെസേർട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ then they have some wine of course and then cheese with the wine. അതാണ് ഈ വൈൻ ആൻഡ് ചീസ് എന്ന് പറയുന്നത്. വീണ്ടും നമ്മളുടെ ഇവിടുന്ന് പോയ ബഫലോ ആണ്, നമ്മുടെ സ്വന്തം ബഫലോ ആണ് അവിടെ നോട്ട് നെസസറിലി. അത് ഈ മൊസറേല ചീസ് എന്ന് പറയുന്ന സംഗതിക്കാണ് ഈ കൂടുതൽ ബഫലോ No, there are several types of cheese. There are hundreds of types of cheese available. Cottage cheese is paneer. Cottage cheese എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള പനീറാണ് ഈ കോട്ടേജ് ചീസ്. ബട്ട് ദേ ഹാവ് മോൾഡഡ് ചീസ്. ഈ മോൾഡ് വന്നിട്ടുള്ള ചീസുകൾ, ദേ ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചീസ്. ചീസ് ഒരു വേറെ തന്നെ ഒരു സബ്ജക്റ്റ് ആണ് ആക്ച്വലി. അതൊരു സ്പെഷ്യലൈസ്ഡ് ഏരിയയും കൂടിയാണ്. ഈ ചീസ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ഏരിയയും കൂടിയുണ്ട്. പാർമെസാൻ ചീസ്, മൊസറേല ചീസ്, ചെഡാർ ചീസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ചീസസ് നമുക്കുണ്ടാവും. പക്ഷെ അതൊരു വേറെ തന്നെ ഒരു ഇതാണ്. ഇതിൽ ചീസിൽ എൻഡ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലും ഇപ്പൊ പഴയ ആളുകളൊക്കെ ഇപ്പൊ സദ്യക്കൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം, അവർ ഈ പായസവും പപ്പടവും പഴവും ഒക്കെ കൂട്ടി കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് ചോറ് വാങ്ങി തൈര് കൂട്ടി കഴിക്കുന്ന ഒരു അവസ്ഥ. ചെറുപ്പല്ലെങ്കിൽ വളരെ വിയേർഡായി തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താണ് ഇങ്ങനെ കഴിക്കുന്നതല്ലേ, പഴവും തൈരും എല്ലാം കൂടി മറ്റേ പായസവും. It is supposed to be, because that gives your body a little helping hand in getting your food digested. ആ കഴിച്ച ഭക്ഷണത്തിനെ ഒന്ന് ദഹിപ്പിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു ഹെൽപ്പായിട്ടാണ് നമ്മൾ ഈ ചീസ് കഴിക്കുന്നതോ അല്ലെങ്കിൽ ഈ നമ്മുടെ. പക്ഷെ ഇതിന്റെ ഒരു സംശയം എന്താ വെച്ചാൽ, അന്ന് നമ്മൾ സപ്പോസിഡ്ലി നമ്മൾ മെഡിക്കൽ സയൻസ് ഒന്നും അതുവരെ എത്തിയിട്ടില്ല. ഇന്നത്തെ പോലെ നമുക്ക് എല്ലാവർക്കും മറ്റേ ഫോണിൽ ഇങ്ങനെ എന്ത് കഴിക്കണം, ഈ പ്രശ്നത്തിന് എന്ത് ചെയ്യണം, ഡൈജഷൻ എന്താ വേണ്ടെന്നൊക്കെ വെറുതെ ഫ്രീ ഗ്യാൻ കിട്ടുന്ന ഒരു കാലഘട്ടമാണുള്ളത്. പക്ഷെ നൂറ്റാണ്ടുകൾ മുൻപ് തന്നെ മനുഷ്യൻ
ഡൈജഷന് വേണ്ട സാധനം എന്താണെന്നും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് സർവൈവ് ചെയ്യാൻ ചെയ്യേണ്ട സാധനം എന്താണെന്നും ഒക്കെ ഇത് സയൻസ് തന്നെയാണല്ലോ അറ്റ് എൻഡ് ഓഫ് ദി ഡേ. അതെ, ഓഫ്കോഴ്സ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസുകളാകാം, പക്ഷെ ഒരു ശാസ്ത്രത്തിന്റെ ഒരു കൈ അതിലില്ലേ? ശാസ്ത്രത്തിന് തീർച്ചയായിട്ടും ഒരു കാലഘട്ടം മുമ്പേ നമ്മൾ ഇതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് ഒരു വളരെ വർഷങ്ങൾ, മില്യൺസ് ഓഫ് ഇയേഴ്സ് അല്ലെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ടുള്ള ഒരു എവല്യൂഷൻ ആയിരുന്നല്ലോ ഹ്യൂമൻ ബീങ്സിന്. അപ്പൊ നമ്മൾ ഈ കൊണ്ടും കൊടുത്തും അറിഞ്ഞും അനുഭവിച്ചുമാണ് നമ്മൾ ഈ നിലയിൽ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്, ഹോമോസേപ്പിയൻസ് ആയി മാറിയത്. അപ്പോൾ ഇപ്പൊ നായ്ക്കുട്ടികളെ കണ്ടിട്ടില്ലേ, അവർക്ക് വയറുവേദന എടുക്കുന്ന സമയത്ത് ഈ പുല്ല് പോയി ഓരോ പൂച്ച ഈ ചില ചെടികളൊക്കെ പോയി തിന്നും. അപ്പൊ അവർക്ക് എങ്ങനെ അറിയാം ഈ ചെടി ഇതിന് നല്ലതാണ്? ബിക്കോസ് ദാറ്റ് ഈസ് ദിയർ ഇൻസ്റ്റിങ്ക്റ്റ്, ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ്. മനുഷ്യൻ പിന്നീട് ബാക്കി സൗകര്യങ്ങളൊക്കെ വന്നപ്പോ ഈ ഇൻസ്റ്റിങ്ക്റ്റ് ഉപയോഗിക്കൽ കുറച്ചത് കൊണ്ടാണോ നമുക്കിപ്പോ പല കാര്യങ്ങളും അങ്ങനെ കിട്ടാത്തത്? അതെ, നമ്മള് ഇൻസ്റ്റിങ്സിന് പകരം നമ്മുടെ നോളജ് ആണ് നമ്മളിപ്പോൾ കൂടുതൽ റീപ്ലേസ് ചെയ്തത്. നമ്മളത് റീപ്ലേസ് ചെയ്ത് നമുക്ക് അതിനുള്ള സോഴ്സസും കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ദാറ്റ് ഇസ് വാട്ട് ദേ സേ. ഇപ്പൊ നമ്മൾ ഒരുപാട് ഇപ്പൊ ആഫ്രിക്കൻ people, if you look at them, they are very muscular. Or when you come from a very strong background, നമ്മുടെ നാട്ടിൽ തന്നെ കാണാം പരമ്പരാഗതമായിട്ട് ഈ വയലിലോ തോട്ടങ്ങളിലോ ഒക്കെ പണിയെടുക്കുന്ന ആളുകളും അവരുടെ മക്കളും ഒക്കെ ജനറ്റിക്കൽ ലൈൻ ഇസ് വെരി സ്ട്രോങ്, ദേ ആർ വെരി മസ്കുലർ. അതേസമയം അധികം ജോലി എടുക്കേണ്ടാത്ത ഒരു പ്രൊഫഷണൽ ഉണ്ടായിരുന്ന ആളുകളുടെ പിൻതലമുറക്കാരൊക്കെ വരുന്നത് they are not very well built, or they are not very strong. അപ്പൊ നമ്മുടെ ജീവിത സാഹചര്യം അനുസരിച്ചാണ് നമ്മുടെ ബോഡി സ്ട്രക്ചറും ഫോം ചെയ്യുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത സംഗതി, നമുക്കൊരു കാലത്ത് വാലുണ്ടായിരുന്നു, നമുക്കത് ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ പറയപ്പെടുന്നത് നമ്മൾ വെള്ളത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് നമുക്ക് ഫിൻസ് ഉണ്ടായിരുന്നു. ഈ സംഗതികളൊക്കെ നമുക്ക് കാലക്രമേണ പോവുമല്ലേ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ആവശ്യമില്ലാത്ത സംഗതികൾ നമ്മൾ മാറ്റിമറിച്ചും കൊണ്ടുവരുന്നു. ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും നമുക്ക് അറിയാവുന്ന ഈ മരുന്നിന്റെ കാര്യത്തിലായാലും നമുക്ക് ഈ ഒറ്റമൂലിയുടെ കാര്യത്തിലായാലും ഒക്കെ നമ്മുടെ ഈ ട്രയൽ ആൻഡ് എറർ ബേസിസിൽ വന്നതായിരിക്കും. പിന്നെ നമുക്ക് അറിയാത്ത, ആൻസർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. അപ്പൊ അരുൺ പറഞ്ഞതനുസരിച്ചിട്ട് നമുക്ക് അറിയാത്ത കുറെ നിഗൂഢമായ രഹസ്യങ്ങളും ഈ ഭക്ഷണത്തിന്റെ പിന്നിൽ മറിഞ്ഞും കിടപ്പുണ്ട്. നമ്മുടെ ഹ്യൂമൻ എവല്യൂഷനോ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് തന്നെ കാരണമായ കുറെ സംഗതികളിൽ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങളെ പോലെ തന്നെ നമ്മുടെ ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിലും നമ്മുടെ അറിവിന്റെ കാര്യത്തിലൊക്കെ നമുക്കത് കിടക്കുന്നുണ്ട്. അപ്പൊ ഈ ആളുകൾക്കൊക്കെ ഓരോ ദേശം അനുസരിച്ച് അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ വിഭവങ്ങൾ ഒക്കെ അനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് അതിന്റെ എന്താ വേണ്ടതെന്ന് നമുക്ക് എന്താ വേണ്ടാത്തതെന്നൊക്കെ മനസ്സിലാക്കാനും പറ്റുമായിരുന്നു. അപ്പൊ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഈ സദ്യയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യേണ്ട ഒരു സംഗതി ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, വള്ളസദ്യ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും നമ്മുടെ ഓണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടും ഒക്കെയാണ് ഈ സദ്യ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് സദ്യ എന്നുള്ള സംഗതി വരുന്നതും അതൊരു ബാലൻസ്ഡ് ഫുഡായിട്ട് മാറുന്നതും അതിലെല്ലാ സംഗതികളും വരുന്നതും. വരാത്ത മേജർ ഐറ്റംസ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ അണ്ടർ ദി സോയിൽ ഫുഡ് അധികം വരുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് വീറ്റ് നമുക്കില്ല. വീറ്റുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളൊന്നും നമ്മുടെ സദ്യയുടെ ഫോർമാറ്റിൽ വരുന്നില്ല. അപ്പോൾ പക്ഷെ പൾസസ് വരുന്നു. ഇപ്പൊ പല ആളുകളും ഇപ്പൊ സദ്യയുടെ ഫോർമാറ്റിൽ അൺബാലൻസ്ഡ് ആണെന്ന് കുറെ സംഗതികൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ഡിബേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ജനറലി ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ഹെൽത്തി മീൽ. അപ്പൊ ഈ സദ്യ ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്നതാണ്. ഇതുകൊണ്ട് പറഞ്ഞു നിർത്തേണ്ട എന്താണ് സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററി ഓഫ് കേരള ക്വിസീൻ എസ്പെഷ്യലി കുറേയൊക്കെ നമുക്ക് ഭയങ്കര ഒബ്സ്ക്യൂർ ആണ്. കുറേയൊക്കെ നമ്മൾ താങ്കൾ ഒരു വളരെ വിഷമിപ്പിക്കുന്ന കാര്യം എന്നോട് പറയണ്ടായി, ഈ സദ്യയിൽ സാമ്പാറിലായിരുന്നു എന്നുള്ളത്. സാമ്പാറിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഈ പറഞ്ഞ പോലെ ഈ ഉള്ളി, മറ്റേ നമ്മുടെ പച്ചമുളക്, അങ്ങനത്തെ കുറെ സംഗതികളൊക്കെ വരുന്നുണ്ട്. അപ്പൊ സാമ്പാർ കേരളത്തിന്റെ തനതായ വിഭവം അല്ലായിരുന്നു. സാമ്പാറിലേക്ക് നമ്മൾ വിശദമായിട്ട് പോവാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ദുഃഖകരമായ ഒരു അറിവ് പരിപ്പ് കറിയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പരിപ്പ് കറി, മോരുകറി. അതെ, നമ്മുടെ തനതായ വിഭവം, നമ്മുടെ ശരിക്കും പഴയ ഏൻഷ്യന്റ് ഫുഡ് എന്ന് നമുക്ക് കേരളത്തിൽ പറയപ്പെടാവുന്ന സംഗതികളിൽ പെട്ടതൊന്നാണ് ഈ മോരുകറി. ഇതിൽ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൺഫോർച്ചുനേറ്റ്ലി പല ഹിസ്റ്റോറിയൻസും വി വർ നോട്ട് വെരി ഗുഡ് ഇൻ കീപ്പിംഗ് ടാബ് ഓൺ അവർ ഹിസ്റ്ററി.
Okay. പണ്ടത്തെ സമയത്തൊക്കെ ഈ പഴയ കുറേ മിത്തോളജിയും ഒക്കെ കണ്ടോ കേട്ടോ പരിചയിച്ചിട്ടുള്ള സംഗതികളൊക്കെ എഴുതിയിട്ടുള്ളതാണെന്ന് നമുക്ക് കൂടുതൽ അറിയാവുന്നത്. പക്ഷേ ഈ റെക്കോർഡഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത് കൂടുതൽ, എസ്പെഷ്യലി ഫുഡിന്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്, ബാക്കിയല്ല. റെക്കോർഡഡ് ഹിസ്റ്ററി കൂടുതലും നമ്മൾ കാണുന്നത് ഈ പോസ്റ്റ് കൊളോണിയലൈസേഷൻ പീരീഡ്. ഇപ്പോഴത്തെ ഹിസ്റ്റോറിയൻസ് ഫുഡിന്റെ പിന്നാലെ നടക്കുന്നവരൊക്കെ ദേ ആർ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി പീപ്പിൾ സ്റ്റേയിങ് ഔട്ട്സൈഡ് ഇന്ത്യ ഓർ ഔട്ട്സൈഡ് കേരള. അവരാണ് കേരളത്തിന്റെ ഭക്ഷണത്തിനെ പറ്റി കൂടുതലും. അപ്പൊ അവർക്ക് ഈ പുട്ട് കടല മുതലാണ് അവരുടെ ഹിസ്റ്ററി തുടങ്ങുന്നത്, which is around the 1800s or something. അപ്പൊ വളരെ അടുത്ത റീസെന്റ് കാലഘട്ടത്തിലാണ് 200-300 വർഷത്തിന്റെ അപ്പുറത്തേക്കുള്ള സംഗതികളെ അവർക്ക് അത് ആധികാരികമായിട്ട് അവർ കാണുന്നുള്ളൂ എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്കുള്ള ഭക്ഷണം നമ്മുടെ മലമ്പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകൾ അന്ന് കഴിച്ചിരുന്ന ഭക്ഷണത്തിൻ്റെ ഒരുപാട്, നമ്മൾ ഈ ട്രൈബൽ ഏരിയയിലൊക്കെ കഴിച്ചിരുന്ന ഒരുപാട് ചുട്ടതായിട്ടും പുഴുങ്ങിയതായിട്ടുള്ള ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ കുറേയൊക്കെ നമുക്ക് ചുടലും പുഴങ്ങലായിരുന്നു കൂടുതൽ. അതെ, നമ്മൾ എണ്ണയിലിട്ട് വറക്കുന്ന ഒരു സംഗതി നമുക്ക് വളരെ ദുർലഭമായിരുന്നു. നമ്മൾ കുക്കിംഗ് ഓയിൽ എന്ന് ഉപയോഗിച്ചിരുന്നപ്പോൾ വെളിച്ചെണ്ണയൊക്കെ റീസെന്റ് ആണ് ആക്ച്വലി ഒരു മെയിൻ സ്ട്രീം കുക്കിങ്ങിലേക്ക് നമുക്ക് വന്നത്. കേരളത്തിലും വെളിച്ചെണ്ണ റീസെന്റ് തന്നെയാണ്. അതെ, കേരളത്തിൽ വെളിച്ചെണ്ണ വളരെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിലും നമ്മൾ താളിക്കാനൊക്കെയാണ് വെളിച്ചെണ്ണ ഉപയോഗിച്ചിരുന്നത്. അല്ലാതെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഇട്ട് വറക്കാനൊക്കെ ഉപയോഗിച്ചത് ഇപ്പം ഈ പപ്പടം പോലത്തെ വളരെ ചില കൊണ്ടാട്ടങ്ങൾ പോലത്തെ വളരെ ചുരുക്കിയ സംഗതികൾ മാത്രമേ നമ്മൾ ഈ വറക്കാനായിട്ട്, ഡീപ് ഫ്രൈഡ് എന്നുള്ള സംഗതി, അല്ലാതെ നമ്മൾ വേറെ സംഗതികളൊന്നും നമ്മൾ വറുത്ത് ഉപയോഗിക്കേണ്ട സംഗതികൾ മീൻ ചുട്ടതായിരുന്നു എന്നാണ് അറിയാവുന്ന സംഗതികൾ. മസാല I really hope you guys enjoyed our chat this time, and just get going on and on and on. So we'll catch you in another episode with more interesting facts with Mr. Arun Gopal Menon, our food specialist. Take care, have fun, enjoy.